നമ്മളൊരു പുതിയ ഒരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അല്ലേ. നമ്മുടെ 12th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ എക്സസൈസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്. അത് നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൂടാതെ ഓരോ ചാപ്റ്ററുകളും അതിലത്തെ മെയിൻ പോയിൻറ്റ്സുകൾ, ഇപ്പോൾ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ പോയിൻറ്റ്സുകൾ എന്താണെന്നുള്ളത്, അപ്പോൾ എക്സസൈസ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസും ഒക്കെ സോൾവ് ചെയ്തത് കാണാനായിട്ട് പറ്റും. അപ്പോൾ മെയിൻ പോയിൻറ്റ്സുകൾ മാത്രം, ടോപ്പിക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്താണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്ന മെയിൻ പോയിന്റുകൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് അപ്പോൾ അതിലുള്ള മെയിൻ പോയിന്റുകൾ നമ്മൾ 1, 2, 3 വീഡിയോയിൽ കൂടെ നമ്മളത് പറയാൻ പോവുകയാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാവരും ആവശ്യപ്പെടാറുണ്ട്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ. അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററും 3rd ചാപ്റ്ററും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് റിലേഷൻസിനെ പറ്റിയിട്ടാണ്. ഫങ്ഷനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ നമ്മുടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് നമ്മൾ 11th പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്നാലും എന്താണ് റിലേഷൻ എന്നുള്ളത് ഒന്നും കൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷനൊക്കെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്താണ് റിലേഷൻ? അപ്പോൾ ഒരു റിലേഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ഓർഡേർഡ് പെയർ എന്താണെന്നും അതുപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ റിലേഷനിലേക്ക് വരാൻ. അതറിയാതെ വെറുതെ നമ്മളിപ്പോൾ റിലേഷൻ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പം എന്താണ് ഓർഡേർഡ് പെയർ? അപ്പോൾ ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ ഓർഡേർഡ് പെയർ എഴുതൂലേ, A, B എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെയറായിട്ട് നമ്മൾ എഴുതുക അല്ലേ. എ പെയർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ, ഒരു ഡെഫിനിറ്റ് ഓർഡർ ആണ്, ഈസ് നോൺ ആസ് ആൻ ഓർഡേർഡ് പെയർ. കണ്ടോ, ഇതുപോലെ നമ്മളൊരു പെയർ ആക്കിയിട്ടാണ് എഴുതുന്നത്. ഓർഡേർഡ് പെയർ AB അല്ലെങ്കിൽ CD, അങ്ങനെ ഒരു പെയർ ആക്കിയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും B എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റാണ്. അപ്പോൾ ഓർഡേർഡ് പെയർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഈ 2 എംപ്റ്റി സെറ്റ് നമുക്ക് എടുക്കാം, നോൺ എംപ്റ്റി സെറ്റ്. A എന്നും B എന്നും പേരുള്ള 2 നോൺ എംപ്റ്റി സെറ്റ് നമ്മൾ എടുത്തു. ഇതിൽ എല്ലാ ഓർഡേർഡ് പെയർ, ഇപ്പോൾ A എന്ന് പറയണതിൽ ഇത്ര എലമെൻറ്റുകൾ ഉണ്ടാവും, B എന്ന് പറയണതിൽ വേറെ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും കൂടിയിട്ട് നമ്മളിവിടെ ഓർഡേർഡ് പെയർ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ A എന്ന് പറയുന്നത് നമുക്ക് 1, 2 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണ്. B എന്ന് പറയുന്നത് നമുക്ക് 3, 4 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 3, 4. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ എന്ത് വരാം, Aയിൽ നിന്ന് 1, Bയിൽ നിന്ന് 1, അങ്ങനെ. ഇപ്പോൾ 1, 3 ഒരു ഓർഡേർഡ് പെയർ ആണ്. പിന്നെ നമുക്ക് 1, 4, പിന്നെ 2, 3, 2, 4, ഇതെല്ലാം എന്താണ്, ഇതിൻ്റെ ഓർഡേർഡ് പെയറുകളാണ്. ഇപ്പോൾ Aയും Bയും 2 നോൺ എംപ്റ്റി സെറ്റ് ആണ്. ദെൻ ദ സെറ്റ് ഓഫ് ഓൾ ഡിസ്റ്റിങ്ക്റ്റ് ഓർഡേർഡ് പെയർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർസ് ആയിരിക്കണം ഫ്രം ഈ ഒരു AI BI ആ ഒരു ഫോമിലായിരിക്കണം. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് A എന്ന് പറഞ്ഞ സെറ്റിലത്തെ എലമെൻ്റ് ആയിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ് B എന്ന് പറഞ്ഞ സെറ്റിലത്തെ എലമെൻ്റ് ആണ്. അതിനെയാണ് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ എലമെൻസുകളുടെയും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് നമ്മൾ എന്തെന്ന് പറയണത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയണത്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യണത് A ക്രോസ് B എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. കണ്ടോ, A ക്രോസ് B, അങ്ങനെയാണ് നമ്മളതിനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓർഡേർഡ് പെയറുകളുടെയും ഒരു സെറ്റാണ് എന്ത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര ഓർഡേർഡ് പെയർസ് ഉണ്ടാവും, നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് എന്ന് പറയുന്നത്
ഇപ്പോൾ എയിലെ എം എലമെന്റ്സ് ആണെന്ന് വിചാരിക്കേ. എ എന്ന് പറഞ്ഞ സെറ്റില് എം എലമെന്റ്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റില് എൻ എലമെന്റ്സ് ആണെങ്കിൽ എം ഇൻറ്റു എൻ അത്രയും ഓർഡേർഡ് പെയറുകൾ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം ഇവിടെ നോക്കിയേ, എയിൽ 2 ആണ്, ബിയിൽ 2 ആണ് അല്ലേ. അപ്പൊ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് എത്രയാണ്? 2 ഇൻറ്റു 2, അതായത് എത്രയാണ്? 4 ഓർഡേർഡ് പെയർസ്. ശരിയല്ലേ? നമ്മളിവിടെ 4 ഓർഡേർഡ് പെയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ്. അപ്പോൾ ഓർഡേർഡ് പെയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, കാർട്ടീഷ്യൻ പ്രോഡക്റ്റും എന്താണെന്ന് മനസ്സിലായി അല്ലേ. ഇനിയാണ് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിലേക്ക് നമ്മൾ വരുന്നത്. എന്താണ് റിലേഷൻ? എയും ബിയും ഇതുപോലെ 2 നോൺ എംപ്റ്റി സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ ഈ എ ക്രോസ് ബി ഉണ്ടല്ലോ, നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരും എന്ത്? നമ്മുടെ ഈ റിലേഷൻ എന്ന് പറയുന്നത്. എവറി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഡിഫൈൻസ് എ റിലേഷൻ ഫ്രം എ ടു ബി and every relations from A to B is a subset of A cross B. അപ്പോൾ ഏത് റിലേഷൻ? അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് നമ്മുടെ ഈ റിലേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു റിലേഷൻ നമുക്ക് അതിൽ പറയാം. അപ്പോൾ ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഓർഡേർഡ് പെയറുകൾ ഏതാണോ അതിന്റെ ഒരു സെറ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഡൊമൈനും അതുപോലെ തന്നെ റേഞ്ചും. ഡൊമൈൻ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാ, കഴിഞ്ഞ വർഷം. എന്താണ് ഡൊമൈൻ എന്ന് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്ന റിലേഷനിലെ ഇതിന്റെ ഫസ്റ്റ് എൻട്രീസ് കണ്ടോ, 1, അതേപോലെ തന്നെ അത് നമ്മളൊരു റിലേഷൻ എഴുതുമ്പം അതിന്റെ ഫസ്റ്റ് എൻട്രികളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് എൻട്രികൾ, ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എൻട്രീസ്, ഇപ്പൊ ഇവിടെ 3 അതുപോലെ തന്നെ 4, അതിന്റെ സെറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ആ റിലേഷനിലത്തെ അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതും കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് നമ്മൾ പറഞ്ഞു എം ഇൻറ്റു എൻ ആണെന്ന്. അതേപോലെ നമ്പർ ഓഫ് റിലേഷൻസ് എത്ര ഉണ്ടാവും? അതാണ് 2m ഇൻറ്റു എൻ. എം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ആണോ അതാണ്. എൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് 2m ഇൻറ്റു എൻ ആണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ് ആയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ടൈപ്സ് ഓഫ് റിലേഷൻസ്. എത്ര തരത്തിലുള്ള ടൈപ്സ് ഓഫ് റിലേഷൻ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷൻ, അപ്പം അതിൽ നമ്മുടെ ഡെഫിനിഷൻ 1, ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എംപ്റ്റി റിലേഷൻ എന്താണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് എംപ്റ്റി റിലേഷൻ അല്ലെ. എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതായത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എംപ്റ്റി റിലേഷൻ ഇഫ് നോ എലമെന്റ്സ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. അതായത് ഒരു എലമെന്റും ഒന്നിനോടും റിലേഷൻ ഇല്ല, അതാണ് നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. ആർ ഇസ് ഈക്വൽ ടു നൾ സെറ്റ്, എംപ്റ്റി സെറ്റ്. അതുപോലെ തന്നെ അടുത്തതാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻ എടുത്തു, അതിൽ ഈച്ച് എലമെന്റ് ഓഫ് എ, ഓരോ എലമെന്റും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ. കണ്ടില്ലേ? ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ. ഓരോ എലമെന്റും അതിലത്തെ എല്ലാ എലമെന്റുകളുമായിട്ട് അവിടെ റിലേറ്റഡ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൊ ആർ ഇസ് ഈക്വൽ ടു നമ്മുടെ മുഴുവൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എ വരും. അതാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഒരു എലമെന്റിനുമായിട്ട് റിലേഷൻ ഇല്ലെങ്കിൽ അത് എംപ്റ്റി റിലേഷൻ. ആ പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടെണ്ണത്തിനും കൂടെ ഒരുമിച്ച് നമ്മൾ ചില സമയത്ത് ട്രിവിയൽ റിലേഷൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ. അപ്പൊ നമ്മളൊരു ബോയ്സ് സ്കൂളിലത്തെ കുട്ടികളുടെ ഇതാണ് നമ്മൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു റിലേഷൻ തന്നിരിക്കുന്നത് ദ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈസ് സിസ്റ്റർ ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സിസ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു എലമെന്റ് വരുമോ? ആ ഒരു റിലേഷനിലെ ഏതെങ്കിലും ഓർഡേർഡ് പെയർ നമുക്ക് എഴുതാൻ പറ്റുമോ? കാരണം ഈ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ബോയ്സ് സ്കൂളാണ് അല്ലെ. ബോയ്സ് സ്കൂളിലത്തെ സ്റ്റുഡൻസാ. അവിടെ ആരെങ്കിലും ഗേൾസ് വരുമോ? ഇല്ല. അപ്പൊ എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. ആരുടെയെങ്കിലും സിസ്റ്റർ ആയിട്ട് അവിടെ എ വരുമോ? ഇല്ല. കാരണം അവിടെ ഒരു പെൺകുട്ടി പോലും പഠിക്കുന്നില്ല. അതുകൊണ്ട് ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓർഡേർഡ് പെയർ നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? അവിടെ എംപ്റ്റി റിലേഷൻ ആണ്. കണ്ടോ? മനസ്സിലായില്ലേ?
അപ്പൊ അടുത്തത് സെയിം അതിൽ തന്നെ എ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ. ആർ ഡാഷ് എന്ന് പറഞ്ഞ ഒരു റിലേഷൻ തന്നിരിക്കുന്നത് എന്താണ്? ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ്സ് ഓഫ് എ ആൻഡ് ബി ഈസ് ലെസ് ദാൻ 3 meters. ഇപ്പൊ 2 കുട്ടികൾ നമ്മൾ അതിൽ എടുത്തു. ആ 2 കുട്ടികളുടെ ഹൈറ്റിന്റെ ഡിഫറൻസ് 3 meterനേക്കാൾ കുറവ്. നമ്മളിപ്പോൾ ഏത് 2 കുട്ടികളെ എടുക്കുകയാണെങ്കിലും എന്തായാലും ആ ഒരു 3 meterന്റെ ഡിഫറൻസ് അവർ നമ്മൾ കാണുള്ളൂ. മോർ ദാൻ 3 metersന്റെ ഡിഫറൻസ് ഒരു ഹൈറ്റിൽ സാധാരണ കാണിക്കില്ല. കുട്ടികളുടെ ഏകദേശം നമ്മളൊരു ഇത് എടുക്കുമ്പോൾ ഒരു 3 meter എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ എത്രയാന്നുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ എല്ലാ സ്റ്റുഡൻസും അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് അത് എന്താണ്? അതൊരു യൂണിവേഴ്സൽ റിലേഷൻ ആണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. നമ്മൾ പിന്നെ എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയാണ്, ഈ ഒരു നൊട്ടേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എ ഈസ് റിലേറ്റഡ് ടു ബി എന്നാണ് നമ്മളിത് റീഡ് ചെയ്യുക. അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. ഇനി നമുക്ക് ഒരു ഇക്വാലൻസ് റിലേഷൻ എന്താണെന്ന് പഠിക്കണം. നമ്മളെ ടൈപ്സ് ഓഫ് റിലേഷനിൽ വരുന്നതാണ് ഇക്വാലൻസ് റിലേഷൻ. അതിനു മുമ്പ് എന്താണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ്, ഇത് 3 എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. എപ്പോഴാണ് നമ്മളൊരു റിലേഷനെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാം? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിഫ്ലക്ഷൻ, നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ നമുക്ക് കാണുക അല്ലെ. അതേപോലെ ഓർഡേർഡ് പെയർ എ ബിലോങ്സ് ടു ആർ ഫോർ എവറി എ ബിലോങ്സ് ടു എ. അതായത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എ റിഫ്ലെക്സീവ് റിലേഷൻ ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഓരോ എലമെന്റും അതിനോട് തന്നെ അല്ലെ, നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ പറയുകയാണ് എന്തെന്ന്? റിഫ്ലെക്സീവ് റിലേഷൻ. അപ്പൊ ഫോർ എവരി എ ബിലോങ്സ് ടു ആർ, ഫോർ എവരി എ ബിലോങ്സ് ടു എ, അതാണ് റിഫ്ലെക്സീവ്. മനസ്സിലായല്ലോ. ഇനി സിമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡേർഡ് പെയർ A1 A2 ബിലോങ്സ് ടു ആർ, ആ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A2 A1 അതിലുണ്ടായിരിക്കണം. ഇപ്പോൾ എ ബി ഓർഡേർഡ് പെയർ എ ബി ആ റിലേഷനിലുണ്ടെങ്കിൽ ഓർഡേർഡ് പെയർ ബി എയും നമ്മൾ ഓർഡർ തിരിച്ചിട്ടാലും അതെന്തായിരിക്കണം? അതിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് എന്ത്? ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ പറഞ്ഞാൽ A1 A2 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ ആറിലുണ്ട്, A2 A3 അതിലുണ്ട്. കണ്ടോ, A1 A2 എന്ന് പറഞ്ഞ പെയറും ഉണ്ട്, A2 A3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A1 A3 എന്ന് പറയുന്ന പെയറും ആ റിലേഷനിലുണ്ടെങ്കിൽ നമ്മൾ അതിന് ആ റിലേഷനെ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ എ ബി വെച്ച് പറയുകയാണെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി, അതുപോലെ തന്നെ ഓർഡേർഡ് പെയർ ബി സി, ഇത് രണ്ടും ആ റിലേഷനിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡേർഡ് പെയർ എ സി കണ്ട, ഓർഡേർഡ് പെയർ എ സിയും അതിലുണ്ടെങ്കിൽ ആ റിലേഷൻ നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഈ 3 റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ എന്ത്? ഇക്വാലൻസ് റിലേഷൻ. കണ്ടോ, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ is said to be an equivalence relation if R is reflexive, symmetric and transitive. ഇത് 3ഉം സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ ആ റിലേഷൻ എന്തെന്ന് പറയാ? ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് ഇക്വാലൻസ് റിലേഷൻ അല്ല. അപ്പൊ നമുക്ക് 2-3 എക്സാമ്പിളും കൂടി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ടി എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ ട്രയാങ്കിൾസിന്റെയും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇൻ എ പ്ലെയിൻ ആർ, ഇൻ എ പ്ലെയിൻ വിത്ത് ആർ ഈസ് എ റിലേഷൻ. ഇവിടെ ഒരു റിലേഷൻ നമ്മൾ പറയണം അല്ലേ, എങ്ങനെയാണ് അതവിടെ റിലേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഒരു റിലേഷൻ ഇവർ പറഞ്ഞിരിക്കുന്നത് T1 T2 ഓർഡേർഡ് പെയർ T1 T2 സച്ച് ദാറ്റ് T1 ഈസ് കോൺഗ്രുവന്റ് ടു T2. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? T1 T2നോട് കോൺഗ്രുവന്റ് ആണെങ്കിൽ ആ ഒരു ഓർഡേർഡ് പെയർ T1 T2 ഈ റിലേഷനിലുണ്ട്. അങ്ങനെയുള്ള എല്ലാ റിലേഷനുകളും ആ ഓർഡേർഡ് പെയറുകളുടെ സെറ്റാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അത് ഇക്വാലൻസിന് വേണ്ടിയിട്ട് നമുക്ക് റിഫ്ലെക്സീവും സിമെട്രിക്കും അതുപോലെ തന്നെ ട്രാൻസിറ്റീവും ചെക്ക് ചെയ്യണം. അപ്പൊ റിഫ്ലെക്സീവിന് വേണ്ടിയിട്ട് എന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണ്. കാരണം എന്താണ്? T1 റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? T1 ഈസ് കോൺഗ്രുവന്റ് ടു T1. ശരിയല്ലേ? T1 T1നോട് കോൺഗ്രുവന്റ് ആയിരിക്കില്ലേ, ഈക്വൽ ആയിരിക്കില്ലേ? ആണ്. അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് ആണ്. ഇറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു ഇറ്റ്സെൽഫ്. ഇനി എന്താണ്? T1 ഈസ് കോൺഗ്രുവന്റ് ടു T2. ശരിയാണ്.
നേരെ തിരിച്ചും പറഞ്ഞൂടെ T2 ഈസ് കോൺഗ്രുവന്റ് ടു T1 കൂടിയല്ലേ. T1 T2നോട് കോൺഗ്രുവന്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് T2 ഈസ് ഓൾസോ കോൺഗ്രുവന്റ് ടു T1. അപ്പൊ നമ്മുടെ സിമെട്രിക്കിന്റെ റിലേഷൻ കിട്ടിയില്ലേ. അപ്പൊ ഇത് സിമെട്രിക്കുമാണ്. ഇനി T1 ഈസ് കോൺഗ്രുവന്റ് ടു T2. ഇനി T2 എന്ന് പറയണത് കോൺഗ്രുവന്റ് ടു T3. അങ്ങനെയാണെങ്കിൽ T1 ഈസ് കോൺഗ്രുവന്റ് ടു T3 ആയിരിക്കില്ലേ. T1ഉം T2 അവിടെ കോൺഗ്രുവന്റാ. T2 എന്ന് പറയുന്നത് T3 എന്ന് പറയുന്നത് വേറൊരു ട്രയാങ്കിളിനോട് കോൺഗ്രുവന്റാ. അപ്പൊ ഇത് മൂന്നും എന്താണ് കോൺഗ്രുവന്റ് അല്ലേ, യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് T1 ഈസ് കോൺഗ്രുവന്റ് ടു T3 അല്ലേ. അതുകൊണ്ട് ഇത് എന്താണ് ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെ മൂന്നും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ എന്ത് പറയാം, ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഇത് മൂന്നും നമ്മൾ പ്രൂവ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എൽ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. എൽ സെറ്റ് ഓഫ് ഓൾ ലൈൻസ്, ഇതിലെ എല്ലാ ലൈനുകളുടെയും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് എൽ എന്ന് പറയുന്നത്. ആർ എന്ന് പറഞ്ഞൊരു റിലേഷൻ എങ്ങനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കണേ, ഓർഡേർഡ് പെയർ L1 L2 സച്ച് ദാറ്റ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. കണ്ട, ഇവിടെ നമ്മളൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ L1, ഇത് നമ്മുടെ L2. ഇപ്പൊ L1ഉം ഇവിടെ L2ഉം പെർപെൻഡിക്കുലർ അല്ലേ. അങ്ങനെയാണെങ്കിൽ L1 L2 നമ്മുടെ ഈ റിലേഷനിലുണ്ട്. ഇത് സിമെട്രിക് ആണ്, പക്ഷെ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവിടെ L1 ഈസ് റിലേറ്റഡ് ടു L1 ആണോ, അല്ല. L1 എങ്ങനെ L1നോട് പെർപെൻഡിക്കുലർ ആവുക, പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെയും ഒരു ലൈൻ ഇങ്ങനെ, ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കലായിട്ടും വരണം അല്ലെ. അപ്പൊ L1 എന്ന് പറയുന്നത് അവിടെ എന്താണ് ഹൊറിസോണ്ടലാ. അപ്പൊ ഹൊറിസോണ്ടലിനോട് പെർപെൻഡിക്കുലർ ആവും, ഇല്ല. അതുകൊണ്ട് അത് അവിടെ റിഫ്ലെക്സീവ് അല്ല. പിന്നെ സിമെട്രിക്ക് പറയാൻ പറ്റും. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. നേരെ തിരിച്ച് L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. നേരെ തിരിച്ച് നിങ്ങൾ ചിത്രം നോക്കിയേ അല്ലെ, നമുക്ക് തിരിച്ചും ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇതെന്താണ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L1, അതുപോലെ തന്നെ L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അത് അവിടെ സിമെട്രിക് ആണെന്ന് പറയാം. ഇനി നോക്കിയേ, L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ഇനി L2 എന്ന് പറയുന്നത് L3 എന്ന് പറഞ്ഞ വേറൊരു ലൈനിനോട് അവിടെ എന്താണ് പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ അതേസമയം L1 ഈസ് പെർപെൻഡിക്കുലർ ടു L3 ആണോ, അല്ല. ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും L1ഉം L3 അവിടെ പാരലൽ ലൈൻസ് ആണ്, അതവിടെ പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ നമ്മുടെ ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് സിമെട്രിക്ക് മാത്രമേ വരുന്നുള്ളൂ, റിഫ്ലെക്സീവും അതുപോലെ തന്നെ ട്രാൻസിറ്റീവും അല്ല. ഒരു എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3. ഇവിടെ നമുക്കൊരു റിലേഷൻ അവർ തന്നിരിക്കുകയാണ്. 1 2 3 ആണ് സെറ്റ്. 1 1 2 2 3 3 1 2 2 3 അങ്ങനെ 5 ഓർഡേർഡ് പെയറുകൾ ആ സെറ്റിലുണ്ട്, ആ റിലേഷനിലുണ്ട്. ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷെ സിമെട്രിക്കും ട്രാൻസിറ്റീവും അല്ല എന്ന് പ്രൂവ് ചെയ്യണം. റിഫ്ലെക്സീവ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, കാരണം റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ അതിനോട് തന്നെ റിഫ്ലെക്സീവ്. 1 ആണെങ്കിൽ മറ്റേതും 1 കണ്ട, 1 1 2 2 3 3 ഇത് 3 ഇതിലുണ്ട്. പക്ഷെ ഇത് സിമെട്രിക് ആണോ, കാരണം നോക്കിയേ 1 2 ഇതിലുണ്ടെങ്കിൽ ആരും ഇതിൽ വേണം, 2 1 ഇതിൽ വേണം. പക്ഷെ 2 1 എന്ന് പറയുന്നത് നമുക്ക് ഈ ഓർഡേർഡ് പെയറിൽ കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഇത് സിമെട്രിക് അല്ല. അതുപോലെ 1 2 ഇതിലുണ്ട്, 2 3 ഇതിലുണ്ട്. കണ്ട, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പൊ ആര് ഇതിൽ വേണം, 1 3 വേണം. പക്ഷെ 1 3 ഇതിലുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇത് മാത്രം എന്താണ്, റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വാലൻസ് റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഫംഗ്ഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻ എന്താണെന്നുള്ളതും ആ ഒരു സംഭവം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫംഗ്ഷനുമായിട്ട് കാണാം. താങ്ക്